പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. അവര് റാന്നി 3 പേരും പിടിയിലായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. റാന്നി ചേത്തക്കൽ സ്വദേശികളായ അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നീ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രതികൾ ഈ കൃത്യത്തിന് ശേഷം എങ്ങനെയാണ് എറണാകുളത്തേക്ക് കടന്നത്? അവരെ പോലീസ് എവിടെ വെച്ച് പിടികൂടി? വിജയകുമാർ, വെച്ചുച്ചിറ ഭാഗത്ത് ഈ വാഹനം ഉപേക്ഷിച്ച് ആ റൂട്ടിലാണ് ഈ വാഹനം ഉപേക്ഷിക്കുന്നത്. ഈ വാഹനം ഉപേക്ഷിച്ച് പ്രതികൾ എറണാകുളത്തേക്ക് മുങ്ങുകയായിരുന്നു. എറണാകുളത്ത് വെച്ച് തന്നെ പോലീസ് പിടിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളത്തെ പോലീസിന്റെ കൂടി സഹായം ഇതിനകം തന്നെ പോലീസിന് തേടേണ്ടി വന്നിരുന്നു. ഇവർ സഞ്ചരിച്ച വഴികളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്തേക്ക് പോലീസ് സംഘം രാവിലെ തന്നെ പുറപ്പെട്ടത്. എന്തായാലും ഇവരിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. റാന്നി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അരവിന്ദ് ടുട്ടു എന്നയാളാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചിരുന്നത് എന്നും പോലീസിന് വിവരം ലഭിച്ചു. ഈ അമ്പാടി മന്ദമരുതിയിൽ വെച്ച് പുറത്തിറങ്ങിയ ശേഷം, അതായത് മറ്റൊരു ഭാഗത്ത് വെച്ച് ആദ്യഘട്ടത്തിൽ ബീവറേജസ് കോർപ്പറേഷൻ മുൻപിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് വെച്ച് ചെറിയ തോതിൽ ഒരു അടിപിടി ഉണ്ടായി. അപ്പോൾ മന്ദമരുതിയിലേക്ക് വാടാ, കാണിച്ചു തരാമെന്ന് പരസ്പരം വെല്ലുവിളിക്കുകയായിരുന്നു. ആദ്യം കാറിൽ നിന്ന് അമ്പാടിയും സഹോദരങ്ങളും ആദ്യം ഒരു കാറിലെത്തി. അതിനുശേഷം കാറിൽ നിന്ന് അമ്പാടി പുറത്തേക്കിറങ്ങി ഫോൺ ചെയ്ത് റോഡരികിൽ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് പ്രതികൾ വന്ന കാർ ഇടിച്ച് അമ്പാടിയെ തെറിപ്പിക്കുന്നു. വീണ്ടും കാർ പുറകിലേക്കെടുത്ത് ശരീരത്തിലൂടെ കയറ്റി ഇറക്കുന്നു. അങ്ങനെ അരുങ്കൊല നടത്തിയതിനു ശേഷമാണ് ആ മേഖലയിൽ നിന്ന് കടക്കുന്നത്. കാർ ഒരു കാരണവശാലും പിന്നീട് കാർ കൂടുതൽ ഓടിച്ചു പോകാൻ കഴിയില്ല. കാരണം കാറിൻ്റെ ഗ്ലാസും അതുപോലെ തന്നെ മുൻഭാഗവും ഒക്കെ തകർന്ന നിലയിലാണ്. അങ്ങനെയാണ് ഈ കാർ അവിടെ ഉപേക്ഷിച്ചത്. എന്തായാലും പോലീസ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻവൈരാഗ്യമല്ല, മറിച്ച് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ അരുങ്കൊലയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് പോലീസിന് ഈ പറയുന്ന ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ അമ്പാടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് അല്പസമയത്തിനകം തന്നെ വിട്ട് നൽകും. ഈ പ്രതികളെയും കൊണ്ട് റാന്നി പോലീസ് സംഘം അല്പസമയത്തിനകം തന്നെ റാന്നിയിലെത്തും, എറണാകുളത്ത് നിന്ന് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. അരുങ്കൊലയാണ് ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും, പോലീസിനും ലഭിച്ചിരുന്ന വിവരം അതുതന്നെയായിരുന്നു. നമ്മളെല്ലാവരും കരുതിയിരുന്നത് വീണ്ടും ഒരു അപകടം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഉണ്ടായി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അതൊരു കൊലപാതകമായിരുന്നു. അത് കരുതിക്കൂട്ടി ഒരാളെ കൊല്ലണമെന്ന് കരുതിയുള്ള ഒരു അപകടം തന്നെയായിരുന്നു. മനഃപൂർവ്വം കാർ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയോ തന്നെയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക്, അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് റാന്നി പോലീസ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. 3 പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. അവരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന്, റാന്നിയിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യും. കേവലം ഒരു വാഹനാപകടം എന്ന നിലയിൽ ആദ്യം വന്ന വാർത്തകൾ പിന്നീട് അതൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ആ ക്രൂരകൃത്യത്തിൽ പങ്കെടുത്ത പ്രതികളെ ഇപ്പോൾ എറണാകുളത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.